can't prove it. I will prove. രക്തരക്ഷസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ തെളിയിക്കും. കഴിഞ്ഞ 2-3 വർഷങ്ങളായി അച്ഛൻ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ. ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതൊട്ട് തെളിയിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് പറഞ്ഞാലും താൻ എതിരെ പറയുള്ളൂ. ഒന്നാമതായി തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ആദ്യമായി താൻ ദൈവത്തിൽ വിശ്വസിക്കൂ. അച്ചോ അച്ചോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ലൂയിസേ? അച്ഛൻ എന്നെ ദേഷ്യപ്പെടരുത്. ഇല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. സാത്താനിലും വിശ്വസിക്കണ്ട, ദൈവത്തിലും വിശ്വസിക്കണ്ട. എങ്കില് ലൂയിസ്, ഫാദർ, I say you get out. What you? രക്തരക്ഷസുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും ഫാദർ. Come on my friend. വരൂ. ഇരിക്കൂ. താങ്ക്സ്. മോൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്നെ എങ്ങനെ അറിയും? ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ പേര് ടോണി. വീട് ടൗണിലാണ്. എന്റെ പ്രശ്നം പരിഹരിക്കാൻ അച്ഛന് മാത്രമേ കഴിയൂന്ന് പലരും പറഞ്ഞു. ടൗണിൽ എന്നെ ആർക്കറിയും? അച്ചോ, അച്ഛനെ പറ്റി കാട്ടി മാത്രമല്ല നാട്ടിലും അറിയും. ഫാദർ നടത്തുന്ന ഗവേഷണങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും ക്ലാസ്സിൽ പറയാറുണ്ട്. Is it so? Surely, believe me. ഇല്ലെങ്കിൽ അച്ഛനെ തേടി ഞാൻ ഈ കാട്ടിലേക്ക് ഓടി വരുമോ? Correct. You tell me. What's your problem? എന്റെ അടുത്ത വീട്ടിൽ ഒരു പുതിയ താമസക്കാരൻ. അവനൊരു ഡ്രാക്കുളയാണ്, വാമ്പയർ, രക്തരക്ഷസ്, മനുഷ്യരുടെ ചോര കുടിക്കുന്നവൻ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അവൻ എന്നെ കൊല്ലാൻ വന്നു. ഫാദറിന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. എന്നെ രക്ഷിക്കണം ഫാദർ. ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ടോണി, നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. എന്നേക്കാൾ കൂടുതൽ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതാ നല്ലത്. ഒരുപക്ഷെ അച്ഛനെയും സഹായിക്കാൻ കഴിഞ്ഞേക്കും. അല്ല, അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എനിക്കൊരു കുഴപ്പമില്ല ഫാദർ. ഐ എം ഓൾ റൈറ്റ്. ആരും പറഞ്ഞു കേട്ടതല്ല, എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെ പോലെ നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനെ ഡ്രാക്കുളയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഫാദറിന്റെ കടമയല്ലേ? Poor boy. ഫാദർ രക്തരക്ഷസിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. എതിര് പറയരുത്. ഞാൻ എതിര് പറയുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോ ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ല എന്നാണോ ഫാദർ? അങ്ങനെയല്ല. എന്റെ ഗവേഷണം പൂർത്തിയാവാതെ തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ എനിക്ക് സാധ്യമല്ല. സൗകര്യം പോലെ പിന്നൊരു അവസരത്തിൽ വരൂ, വിശദമായി വീണ്ടും സംസാരിക്കാം. എനിക്ക് അല്പം ധൃതിയുണ്ട്. ലൂയിസേ, മരത്തിൽ വൾച്ചേഴ്സ് സ്പെഷ്യൽ ഉണ്ടോ നോക്കൂ. ഇപ്പൊ ഉണ്ടാവുമോ? വന്നപാടെ ചേട്ടനെ കാണാൻ ഓടി. ആ പ്രാന്തനത്തിന്റെ കൂടാരത്തില് 3-4 വട്ടം തിരക്കി. അച്ഛനുമില്ല, ചേട്ടനുമില്ല. പരിഭവിക്കാതെ ജൂലി. ഞാൻ എങ്ങനെ ഇവിടെ കാണാനാ? കാലത്തെ ചെപ്പും പന്തുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. കണ്ണി കണ്ട പക്ഷികളെല്ലാം ആ കുന്ത്രാണ്ടം വെച്ച് നോക്കും, എഴുതും. ഈ മലയും കാടും കാട്ടാറും ഒക്കെ കണ്ട് മടുത്തു. നാട്ടിലുള്ള മനുഷ്യരെ കാണാൻ എന്ത് കൊതിയാണെന്നോ. അതുകൊണ്ടല്ലേ ജൂലിയെ കാണുമ്പം എനിക്ക് വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, കല്യാണക്കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന കാലത്ത് കെട്ടിക്കൊള്ളാമെന്ന്. ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞാണ് കുശിനിപ്പണി കളഞ്ഞ് അച്ഛൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന്. ഇപ്പൊ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല, കുശിനിയുടെ കൂടെ കുശുമ്പുമായി. ഞാനൊരു കാര്യം പറയാനാ ഓടി വന്നത്. ഞാനിന്ന് വൈകുന്നേരം ഒരു പുതിയ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. വലിയ കമ്പനിയാ, എക്സ്പോർട്ടിംഗ് കമ്പനി. 1500 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാൻ ഒരു വീടും. വളരെ വളരെ നല്ലത്. എനിക്കും ഒരു രക്ഷയായി. ആ പ്രാന്തൻ അച്ഛന് ലോഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പള്ളിയിലും പോവാറില്ല, പിന്നെ പ്രാർത്ഥിക്കാറുമില്ല. എന്നിട്ടാണ് ഈ പിശാചിനൊക്കെ പിടിക്കാൻ നടക്കുന്നത്. മിക്കവാറും പിശാജ് എന്നെ പിടിക്കും. പക്ഷെ ഞാനും ഒരു അച്ഛനെ പിശാജ് ഒന്ന് പിടിച്ചോട്ടെ, ആ സെക്കൻഡ് ഞാൻ താമസം നിന്റെ കൂടെയാണ്. കുശിനിയായിട്ടും ബാക്കി സമയം നിന്റെ ഭർത്താവായിട്ടും. സിസ്റ്റർ,
എന്തോ കരിഞ്ഞു നാറുന്നു. വേറെ വേറല്ല വയറ്. ഏ മണി 2:30 കഴിഞ്ഞു. വല്ലതും കഴിച്ചിട്ടാകാം ഗവേഷണമൊക്കെ. അച്ചോ ആച്ചോ ഷട്ടപ്പ്. ആ പക്ഷിയെ ഞാൻ കണ്ടെത്തി. ലൂസ് ഞാനല്ല, എന്റെ പേര് ലൂയിസ് 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 ലൂസിഫർ. ഞാൻ ആ പക്ഷിയെ കണ്ടെത്തി. ഇതാ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ നിറമുള്ള പക്ഷി, വാമ്പയർ, രക്തരക്ഷസ്, ചോര കുടിക്കുന്ന പക്ഷി. രാത്രിയാകുമ്പോൾ ഈ പക്ഷി കണ്ണു തുറക്കും. കണ്ണിൽപ്പെടുന്ന മൃഗങ്ങളുടെ മേൽ പറന്നു വീഴും, ചോര കുടിക്കും, മനുഷ്യനെ ആക്രമിക്കും. ഇറച്ചിയും തിന്നുമായിരിക്കും. അത്യാവശ്യം 100 മില്ലി ചാരായോ. അച്ചോ ആളുകളെ കൊണ്ട് അധികം ചിരിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആളുകൾ പ്രാന്തനച്ചൻ എന്നാ പറയുന്നത്. അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് വിശക്കുന്നു. ലൂയിസ്, ഓ ഇതാ നോക്കൂ. എനിക്ക് മനസ്സില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു വൈദികനല്ലേ, എന്നെ ധിക്കരിക്കരുത്. ഇതാ നോക്കൂ ലൂയിസ്, നോക്കൂ ലൂയിസ്, നോക്കൂ നോക്കൂ നോക്കൂ. നപടി അതെ വേണ്ട. അതാ നോക്കൂ. എന്ത് എന്ത് കാണുന്നു? മരം, പിന്നെ മലകൾ, പിന്നെ പിന്നെ കള്ളി. ഗുഡ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലൂയിസ് ശരിയായ ഉത്തരം പറഞ്ഞുകൊള്ളണം. അക്കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ കൃത്യമായിട്ട് എഴുതിക്കോണം. പക്ഷിയുടെ ശരിയായ നിറം? ഇപ്പൊ കാണുന്ന നിറം തൂവെള്ള സാരിയുടെ നിറമാണ്. വാട്ട്? സാരിയോ? ഓ മൈ ഗോഡ്, നീ ഒരു കവിയായി ജനിക്കേണ്ടവനായിരുന്നു. പക്ഷിയുടെ ചിറകിനെ നീ ഒരു സാരിയായി ഉൽപ്രേക്ഷിച്ചിരിക്കുന്നു. ചെറുപ്പത്തിലേ എന്നിൽ കവിത്വം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ ഇത്തരം കാഴ്ചകൾ കാണുമ്പോ എന്റെ കവി ഹൃദയം പ്രേക്ഷിച്ച് നോക്കൂ, നോക്കി പറയൂ, മാറിൽ തൂലുള്ള ഇനമാണോ നോക്കൂ. ഇപ്പൊ പറയാൻ പറ്റില്ലച്ചോ, കണ്ടിട്ട് ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു. വാട്ട്? എങ്കിൽ വൾച്ചർ പക്ഷിയായിരിക്കും. വൾച്ചർ പക്ഷി, കഴുകൻ, ശവന്തീനി, സ്കാവഞ്ചേഴ്സ് ഓഫ് നേച്ചർ, ആഹാ, പ്രകൃതിയുടെ തോട്ടി. രക്തരക്ഷസ്. ചുണ്ട് രക്തനിറമാണോ അതോ രക്തം പുരണ്ടതാണോ നോക്കൂ. നോക്കാം. അയ്യോ, ശരിക്ക് കാണുന്നതിന് മുമ്പ് പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞു. ഓ, പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞോ? ആ, എങ്കിൽ വാലിന്റെ അകത്ത് പുള്ളിയുണ്ടോ നോക്കൂ. പുള്ളിയുണ്ട്. സ്വർണ്ണ പക്ഷി, പഞ്ചവർണ്ണ കിളി, പഞ്ചാര പാൽപായസ കിളി. പുറംതിരിഞ്ഞു എന്ന് ഓരോ തൂവലുകളായി. അതായത് അതെ, അതായത് വാലിലെ തൂവലുകൾ. അതെ, വാലിലെ തൂവലുകൾ ഓരോന്നായി പൊഴിക്കുന്നു. പൊങ്ങുന്നു, നീന്തി തുടിക്കുന്നു. എന്നിലെ കവി സടകുടഞ്ഞ് എഴുന്നേക്കുന്ന അച്ചോ. വണ്ടർഫുൾ ഇൻഫർമേഷൻ. അതെ. പകൽ സമയത്ത് വെള്ളത്തിൽ പറന്നു വീണ് നീന്തി തുടിക്കുന്ന കഴുകൻ. അവൾ ഒളിമ്പിക് സ്റ്റൈലിൽ നീന്തുന്നു. അവളോ? Is it true? It is true. വാമ്പയർ പക്ഷി വെള്ളത്തിൽ പറന്നു വീണ് നീന്തിയപ്പോൾ മനുഷ്യ സ്ത്രീയായി മാറി. ഓ ഗോഡ് ജീസസ്, അധികം തരൂ ലൂയിസേ. ഇപ്പൊ വേണ്ടച്ചോ. ഞാൻ ഒന്നും കൂടി കാണട്ടെ. വേണ്ടച്ചോ. അധികം തരൂ ലൂയിസ്. രക്തരക്ഷസുകളെ പറ്റിയുള്ള എന്റെ ഗവേഷണം ഇതാ വിജയിച്ചിരിക്കുന്നു. അത്ഭുതകരമായ വിജയം, ഈ ലോകത്തിന്റെ വിജയം.